ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് ട്ടോ. എവിടേക്കല്ല, നമ്മൾ മലയാറ്റൂർക്കാണ് പോണത്. ഇത് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 11-ാം തീയതിയാണ് പോയത് കേട്ടോ, ഏപ്രിൽ 11. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അവിടെ അടിവാരം പള്ളിയിലേക്ക് പോയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങി. അത്ര നേരം എല്ലാവരും ഉറക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ നമ്മൾ വേഗം പോയത് പെരിയാറിലേക്കായിരുന്നു. അവിടെ നിന്ന് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. കുളിക്കാൻ പറ്റില്ല, നമ്മളങ്ങനെ കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലല്ല പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലൊക്കെ കഴുകിയിട്ട് പോകുന്നു. അതിനുശേഷം പള്ളിയിൽ കയറി. പള്ളി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി പള്ളി. അതിനുശേഷം നമ്മൾ നേരെ പോയത് മലയാറ്റൂർക്കായിരുന്നു കേട്ടോ. നമ്മൾ പള്ളിയുടെ അവിടെ നിർത്തിയപ്പോൾ കുറച്ച് പേര് ഫുഡൊക്കെ കഴിക്കാൻ നിർത്തി, അവർ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോന്നു, മെഴുകുതിരിയൊക്കെ മേടിച്ചു കേട്ടോ. വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ മലയാറ്റൂർ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ട് നടക്കുക. അപ്പം മുത്ത അതിൻ്റെ ഇടയ്ക്ക് എന്തോ മാൽക്കിസ്റ്റൊക്കെ തിന്നിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറയണം. മാമ അതിൻ്റെ ഇടയ്ക്ക് മുണ്ടൊക്കെ ആക്കിയിട്ടോ, പാൻറ്റൊക്കെ മാറ്റിയിട്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഐസ്ക്രീമിൽ ഒതുക്കി. പിന്നെ ഞങ്ങൾ മല കയറി തുടങ്ങി കേട്ടോ. നമ്മൾ മല കയറി തുടങ്ങി. ഞാനും കുട്ടമാമനായിരുന്നു ഒരുമിച്ച് നടക്കണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവിടെ ഒരു പള്ളി, താഴത്തെ പള്ളി ഉണ്ടായിരുന്നില്ലേ, അവിടെ താഴത്തെ ഒരു പള്ളി ഉണ്ട്, അവിടെ പോയിട്ടാണ് കത്തിച്ചത് മെഴുകുതിരി. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് കയറാണ് കേട്ടോ ചെയ്തത്. ചേച്ചി ഇങ്ങനെയൊക്കെ ഫസ്റ്റിൽ ഓടി കയറുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ മുകളിൽ ഒരുവിധമൊക്കെ എത്തിയിട്ടാണ് എടുത്തത്. പിന്നെ നമ്മൾ പൊന്നിൻകുരിശിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു 6:45 ആവണു. ആ സമയത്തൊക്കെയാണ് എത്തിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ നല്ല കാറ്റാണ്. ഇത്ര ദൂരം നടന്നതിൻ്റെ ഒക്കെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി നല്ല രീതിയിലൊരു കാറ്റടിച്ചു. അപ്പോൾ നമുക്ക് നല്ല നല്ല കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും അവിടെ ആ ലൈറ്റും അതും ഇതൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള കടയിൽ നിന്ന് ഞങ്ങൾ മുട്ട ബജി, പിന്നെ മുളക് ബജി, പിന്നെ നമ്മൾ ഉപ്പ് സോഡയൊക്കെ കുടിച്ചു കൂട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ നിർത്തി. അപ്പോൾ നമ്മൾ ഇത്ര പേരാണ് കേട്ടോ, ഒരു 10, ഞങ്ങളും പിന്നെ ശ്രീകുട്ടൻ സാരംഗി അവരും പിന്നെ അമ്മാമ്മയും പിന്നെ അമ്മായിയും മാമനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടി നമ്മൾ അങ്ങനെ വലിയൊരു ടേബിൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നത് ഞങ്ങൾ അൽഫാമാണ് കഴിച്ചത്. ഇവരൊക്കെ ബിരിയാണിയാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഞങ്ങൾ 4 പേര്, ഞാനും ചേച്ചിയും മാമനും ശ്രീകുട്ടനും അൽഫാം കഴിച്ചു. ബാക്കി എല്ലാവരും ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങുന്നതാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഉറക്കപ്പിച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി. 12:30 ആയി വീട്ടിലെത്തുമ്പോഴത്തേന്. ഈ യാത്രയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനും ചേച്ചി അച്ഛനും അമ്മ അല്ലാണ്ട് വേറെ ആരും മലയാറ്റൂർ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തതും. പിന്നെ മുത്തപ്പൻ്റെ മണ്ണിൽ ചവിട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ 12:30 ആയി വീട്ടിലെത്തിയപ്പോൾ. കുളിച്ച് കഴിഞ്ഞപ്പോൾ 1 മണിയായി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.